ഇപ്പോൾ ഈ മുഖ്യമന്ത്രി വിളിച്ച മന്ത്രിസഭാ സമിതിയുടെ അടിയന്തര യോഗം തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈനായാണ് യോഗം ചേരുക. അടുത്ത ഘട്ടം ദൗത്യം എങ്ങനെയെന്നതാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹം കണ്ടെത്തൽ, സംസ്കാരം, ദുരന്തബാധിതരുടെ പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ചയാവുക. ഇന്ന് ഈ രക്ഷാദൗത്യം 7ാം ദിനത്തിലേക്ക് കടന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അടിയന്തര ഓൺലൈൻ യോഗം വിളിക്കുകയും ചെയ്തത്. വിവരങ്ങളുമായി മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മാനസ, ഈ രക്ഷാദൗത്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായിരുന്നു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുകയും 4 മന്ത്രിമാരെ അവിടെ നിർത്തി ഈ രക്ഷാദൗത്യത്തിൻ്റെ ഏകോപന ചുമതല നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 6 സോണുകളായി തിരിച്ചുള്ള പരിശോധന നടക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യങ്ങൾ വിലയിരുത്തുന്നു. ഒപ്പം തന്നെ ഇനിയുള്ള ദൗത്യത്തിൻ്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചും വിലയിരുത്തലും അതുമായി ബന്ധപ്പെട്ട അവലോകനമായിരിക്കും യോഗത്തിൽ നടത്തുക, അല്ലേ? തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മന്ത്രിസഭ ഉപസമിതി രൂപീകരിക്കുകയും ഈ ദൗത്യത്തിന് ഏകോപനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ദ്രുതഗതിയിൽ തന്നെയുള്ള നടപടികളാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ദുരന്തം ഉണ്ടായതിനെ തുടർന്ന് ഉണ്ടായത്. അതിന്റെ ഇന്ന് ഇപ്പോൾ 7ാം ദിനം എത്തി നിൽക്കുകയാണ് ദൗത്യം. അതിന്റെ ഭാഗമായാണ് തുടർ നടപടികൾ അല്ലെങ്കിൽ തുടർ ദൗത്യം എങ്ങനെയായിരിക്കണം എന്ന കാര്യങ്ങളടക്കം ചർച്ച ചെയ്യാനുള്ള അടിയന്തര യോഗം ഇന്ന് തന്നെ വിളിച്ചു ചേർത്തത്. 11 മണിക്ക് യോഗം തുടങ്ങി. ഈ ഉപസമിതിയിലെ 4 മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വയനാട് ജില്ലാ കളക്ടറും യോഗത്തിൽ പങ്കുചേരും എന്നാണ് അറിയാൻ സാധിച്ചത്. അല്പസമയം മുൻപാണ് യോഗം ആരംഭിച്ചിരിക്കുന്നത്. അതിൽ അടുത്ത ഘട്ട ദൗത്യം എങ്ങനെയെന്ന് എന്നായിരിക്കും വിലയിരുത്തുക. മാത്രമല്ല ദിനം പ്രതിയുള്ള ദൗത്യത്തിന്റെ വിലയിരുത്തലൊക്കെയും മാധ്യമങ്ങളിലൂടെ മന്ത്രിമാർ അറിയിച്ചതാണ്. അതും ഈ യോഗത്തിൽ ചർച്ചയാകും. ശേഷം എങ്ങനെയായിരിക്കണം അടുത്ത രക്ഷാ ദൗത്യം, അതോടൊപ്പം തന്നെ ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട്, ഈ ദുരന്തത്തിൽപ്പെട്ടവർ ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ എടുത്തു വരികയാണ്. റേഷൻ കാർഡ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇതടക്കമുള്ള വിവരങ്ങൾ കിട്ടിയതിനു ശേഷം അടുത്ത ഘട്ട ദൗത്യം എങ്ങനെയായിരിക്കും എന്ന കാര്യം ഇന്ന് തീരുമാനിക്കും. മാത്രമല്ല മൃതദേഹങ്ങൾ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകളൊക്കെയും കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ഈ 3 മത അടിസ്ഥാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. ഒപ്പം തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ട്. അതും എങ്ങനെയുള്ള സംസ്കരണ രീതികൾ ആയിരിക്കും, ഇത്തരത്തിൽ തന്നെയാണ് തുടരുക എന്നതാണ് അറിയിച്ചത്. അതിലും ഒരു വിലയിരുത്തൽ ഉണ്ടാകും. മാത്രമല്ല ഈ മൃതദേഹം സംസ്കരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും ഒക്കെയും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുത്തുമല പ്രദേശം കണ്ടെത്തിയതിനെ തുടർന്ന് നല്ല രീതിയിൽ തന്നെ മൃതദേഹ സംസ്കാര ചടങ്ങുകളൊക്കെയും പുരോഗമിക്കുകയാണ്. അതിനുശേഷം ഈ ദുരന്ത ബാധിതരുടെ പുനരധിവാസവുമായ കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക. ദുരന്തത്തിൽപ്പെട്ടവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന വീട് പോലും ഇല്ലാത്ത അവസ്ഥ, മാത്രമല്ല മറ്റ് രേഖകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതിനൊക്കെയും ഒരു പ്രശ്ന പരിഹാരമാണ് മുന്നിൽ കാണേണ്ടത്. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ചേരുന്ന യോഗത്തിൽ വിലയിരുത്താൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട സഹായങ്ങൾ മഹാദുരന്തമായി തന്നെ പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കേന്ദ്ര സമീപനം ഏത് രീതിയിൽ എത്തി നിൽക്കുന്നു എന്നതും യോഗത്തിൽ ഒരുപക്ഷെ വിലയിരുത്തും. അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം റവന്യൂ മന്ത്രിയും ഒക്കെയും മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായിരുന്നു. നാളെ റവന്യൂ മന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും യോഗം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ഇന്ന് ഉണ്ടാകുന്ന യോഗത്തിൽ വിലയിരുത്താനും സാധ്യതയുണ്ട്. മനസ, ഈ യോഗത്തിൽ പ്രധാനമായും യോഗം വളരെ നിർണായകമാകുന്നത് ഈ ഇവരുടെ ദുരന്ത ബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ചും ഒപ്പം തന്നെ അവിടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട കുട്ടികളെ സംബന്ധിച്ച് അവരുടെ നഷ്ടപ്പെട്ട രേഖകൾ തിരികെ നൽകുന്നത് സംബന്ധിച്ച് എല്ലാം കൃത്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അന്ന് തന്നെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു, ഈ കുട്ടികൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വിദ്യാഭ്യാസം നൽകും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്യാമ്പുകളിലടക്കം നടക്കുന്നു. അവർക്ക് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് അടക്കം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി സർക്കാരിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പുനരധിവാസം എങ്ങനെ, നിലവിലുള്ള രക്ഷാദൗത്യത്തിൻ്റെ വേഗത കൂട്ടേണ്ടതുണ്ടോ, ഈ രക്ഷാദൗത്യം അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത്, ഈ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അക്കാര്യങ്ങളിലൊക്കെ അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി അത്തരത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും സിജു, ഇക്കാര്യങ്ങളൊക്കെയും ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല ജില്ലയിൽ ഇപ്പോൾ 77 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി
246 പേരാണ് കഴിയുന്നത്. അതിൽ കുട്ടികളടക്കമുള്ളവരുടെ കണക്കാണ് ഇത്. അതുകൊണ്ട് തന്നെ പുനർവിദ്യാഭ്യാസത്തിനായി കുട്ടികളെ സജ്ജമാക്കുന്നതോടൊപ്പം ഇപ്പോൾ ബാധിതരായി കഴിയുകയാണ്. ഒപ്പം കൗൺസിലിംഗ് നടത്തിയതിനു ശേഷം അവരെ മാനസികമായി ആരോഗ്യപൂർണ്ണമാക്കിയതിനു ശേഷമായിരിക്കും മറ്റ് വിദ്യാഭ്യാസവുമായുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. ഉടൻ തന്നെ വിദ്യാഭ്യാസം നൽകാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് സർക്കാരും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും അറിയിച്ചിരിക്കുന്നത്. ഒപ്പം മാത്രമല്ല, ഈ പഠന ഉപകരണങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ ഒറ്റയായി നിൽക്കുന്ന, അല്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു ഒറ്റയായിപ്പെട്ട ഒരു അവസ്ഥയിലാണ് ദുരന്ത ബാധിതർ ഉള്ളത്. അതുകൊണ്ട് അവരുടെ മാനസിക ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം ആയിരിക്കും ഇക്കാര്യങ്ങളൊക്കെയും ഉണ്ടാവുക. മാത്രമല്ല, ഈ പുനരധിവാസത്തിനായി നിരവധി സഹായ ഹസ്തങ്ങൾ ഇപ്പോൾ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ വയനാടിനെ വീണ്ടെടുക്കാം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അക്കാര്യത്തിലേക്ക് തന്നെയാണ് കടക്കുന്നതും. ഈ 7 ദിവസമുള്ള ഈ ശരി പ്രവർത്തനം മനസ്സ, ഏതായാലും മുഖ്യമന്ത്രി വിളിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ഓൺലൈനായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ, രക്ഷാദൗത്യം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നത് എങ്ങനെ, ഒപ്പം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നത്.